കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുക്കണമായിരുന്നു. നാളെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുക്കണമുണ്ടായിരുന്നു. മമ്മി എനിക്കൊരു സാധനം എടുത്തരും. ഞാൻ അത് നേരെ ഉണ്ട് എടുക്കും. ഞാൻ ഇവിടുത്തെ ഈ വെജിറ്റബിൾസൊക്കെ എടുക്കാൻ മാസ്റ്റർ എനിക്കൊരോ സാധനം ഇങ്ങനെ എടുത്തരും. പിന്നെ അത് ഞാൻ നേരെ കൊണ്ടുപോയി ബില്ലടിച്ച് അത് നേരെ ഉമ്മയുടെ കൊണ്ടുപോയി കൊടുക്കണം. അവിടുത്തെ ചേട്ടൻ എനിക്ക് ബില്ലടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് നേരെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മുകളിലാണ് പോകുന്നത്. ഇവിടെ എന്താ പൗച്ച് എന്താ കാണുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും നേരെ വേണമെങ്കിൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ അത് നേരെ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെപ്പെല്ലാം കയറി ഞാൻ അവിടെ അത്രയും എല്ലായിടവും നോക്കി. അപ്പോൾ ഒന്നും കാണുന്നില്ല. ഞാൻ കറങ്ങിപ്പോയി നോക്കുന്ന എല്ലായിടത്തും ഞാൻ നോക്കി. ഞാൻ കറങ്ങി അവിടെ അത്രയും നേരം ഞാൻ പക്കം ചുറ്റിക്കൊണ്ടിരുന്നു. എന്നിട്ട് എവിടെയും കിട്ടില്ല. എനിക്കാണെന്ന് വെച്ചാൽ കൊല്ലാവുന്ന ദേഷ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ അമ്മയോട് എൻ്റെയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ഒരു നാണക്കേട് കാരണം ചോദിക്കാൻ എനിക്കൊരു മടിയായിരുന്നു. ഞാൻ ചോദിച്ചില്ല നേരെ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് നോക്കിയത് അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ നേരെ താഴെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ നടന്ന് നോക്കി അവിടെ ഒന്നുമില്ലായിരുന്നു. ഞാൻ നേരെ എനിക്ക് ദേഷ്യമാണ്. ഞാൻ വിചാരിച്ച് താഴെ പോയിട്ട് വെച്ചാൽ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യം അത്രയ്ക്ക് നന്നായിരുന്നു. പിന്നെ അവിടെ എല്ലായിടത്തും നോക്കി കണ്ടില്ല. നേരെ ഞാൻ താഴെ പോയി ഉമ്മ ഡേറ്റ്സ് എടുത്ത് വന്ന് അത് കൊണ്ടുപോയി ട്രോളിയിലെടുത്തിട്ടാണെങ്കിൽ നടന്നു പോയായിരുന്നു. പിന്നെ എന്നെ അടുത്ത സാധനം തന്നു. അതും ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് തട്ടി പിടിക്കുന്ന വല്ലാത്ത ടാസ്ക്കാണ്. ഞാൻ ഇതുവരെയായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നും നടത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി എന്ത് കിട്ടും ഇവർ നടന്നത്. ഹായ് ചോക്ലേറ്റ് കേൾക്കുന്നത് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റുള്ള പാട്ട് ഈ ഇട തൊട്ടിട്ടുള്ള എൻ്റെ ഫേവറേറ്റ്. പിന്നെ മസ്ക ഈ ഒരു പാത്രം നേരെ പിന്നടിച്ചു വീട്ടിൽ